പോർക്ക് ഏത്തക്ക ഫ്രൈ. കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, കറിവേപ്പില, പച്ചമുളക് കീറിയത്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ലേശം വിനെഗർ, ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി ഞെരടി ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് മസാലകൾ എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന രീതിയിൽ, എല്ലാ മസാലകളും വളരെ വ്യക്തമായിട്ട് എല്ലായിടത്തും കൂടുന്ന രീതിയിൽ, നല്ല രീതിയിൽ ഞെരടി തന്നെ അതാണ് കറിയുടെ പ്രത്യേക ഒരു ടേസ്റ്റിന് ബേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞെരടി യോജിപ്പിക്കണം. ശേഷം അടച്ചു വെച്ച് 6 വിസിൽ. അതിനുശേഷം തുറന്ന് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക കഷ്ണം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി ഒരൊറ്റ വിസിൽ മതിയാകും. കാരണം ഏത്തക്കായ്ക്ക് അധികം വേവില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഉപ്പൊന്ന് കൃത്യമായിട്ട് നോക്കണം. കായ്ക്കും കൂടിയുള്ള ഉപ്പ് അതിനില്ല എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ആദ്യം പറഞ്ഞതുപോലെ ഒരു വിസിൽ മതിയാവും. ശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് പെരുംജീരകം, കടുക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഉള്ളി ചതച്ചത് എന്നിവ ചേർത്ത് നന്നായി വറുത്തെടുക്കണം. അധികം ചുമക്കേണ്ടതില്ല, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഉള്ളി പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാം. കുറച്ച് മുളക് പൊടി ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് എരിവ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, ലേശം മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് പാകത്തിന് മസാല വഴട്ടിയെടുക്കാവുന്നതാണ്. അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും കായയും ചേർത്ത മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ മസാലകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ശേഷം കുറേ നേരം മൂടി വെച്ച് വീണ്ടും പല തവണയായി ഇളക്കി വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ. നമുക്കറിയാം പോർക്കിന് ആവശ്യത്തിന് നെയ്യുണ്ട്. അപ്പോൾ ആ നെയ്യിൽ കിടന്ന് തന്നെ ഇത് ഫ്രൈ ആയി വന്നോളും. പല തവണയായി നമ്മൾ ഇളക്കി യോജിപ്പിച്ച് നല്ല രീതിയിൽ ഫ്രൈ ആയി എടുക്കണം. ഇനി നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഗ്രേവി ആവശ്യമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നമുക്ക് ഗ്രേവി ആക്കാം. അങ്ങനെയാണെങ്കിൽ അതാ വേവിക്കുമ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല ഫ്രൈ ആക്കാനാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ മതിയാവും. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഏത്തക്ക ഫ്രൈ റെഡി.